ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ നിഫ്റ്റി ചാർട്ട്. നിഫ്റ്റി സ്റ്റില്ല് നിൽക്കുന്നത് ഒരു സൈഡ് വേസിൻ്റെ പൊസിഷനിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ സെൻറ്ററിലാണ് നിഫ്റ്റി ഇപ്പോഴുള്ളത്. പക്ഷേ നിങ്ങൾ കണ്ടുണ്ടാവും ഗ്യാപ്പ് അപ്പാണ്. 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് നിഫ്റ്റി ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം 100 പോയിൻ്റ് ആയതുകൊണ്ട് അത് മുകളിലേക്ക് പോകണം എന്നൊരു നിർബന്ധമില്ല. 25,400. പിന്നെ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 25, 265, 300 ആ റേഞ്ചൊക്കെയാണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റിക്ക് ഒരു സെൻറ്റിമെൻറ്റ് ഉണ്ട് നല്ല രീതിക്ക്. സെൻറ്റിമെൻറ്റ് ആയിട്ടില്ലേ, കണ്ടിന്യൂ റണ്ണ് ആണ്. പക്ഷെ അത് ഗ്യാപ്പ് ഇട്ട് കയറുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സൈഡ് വൈസ് ആയിട്ട് ഫീൽ ചെയ്യണത്. ബേസിക്കലി സൈഡ് വൈസ് തന്നെയാണ്, പക്ഷേ അത് റൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഇട്ടാണ് റൺ ചെയ്യണത്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേയിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇന്നത്തെ ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതോടെ ഞാൻ ഇന്നലെ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ തന്നെയാണ്. ഇവിടെ എക്സാക്ട്ലി ഈ റെസിസ്റ്റൻസ് നല്ല രീതിക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആണത്. 25,430 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി അവിടെ നിന്ന് നല്ല രീതിക്ക് ഫോളോ ആയിട്ടുണ്ട്. 25,330 വരെ ഫോളോ ആയിട്ടുണ്ട്. 100 പോയിൻറ്റിൻ്റെ ഒരു ഫോളോ കാണിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. അതിന് പിന്നെയും ലാസ്റ്റ് സെക്ഷനിൽ ഇന്ന് സെൻസസിൻ്റെ എക്സ്പീരിയാണ്. അപ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ നല്ലൊരു സെൻറ്റിമെൻ്റ് അവിടെ വന്നേക്കാണ്. സ്ട്രോങ് ആയിട്ട് ബൈയിങ് വന്നേക്കാണ് അവിടെ. ഇന്നാളത് ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റിക്ക് ഈസിയായിട്ട് അടുത്തൊരു ലെവലിലേക്ക് പോകാൻ പറ്റും. ഇഫ് പോവുകയാണെന്നുണ്ടെങ്കിൽ 25,640 ഒക്കെ ഈസിയായിട്ട് 500, 600 ഒക്കെ ഈസിയായിട്ട് എത്തും. അതാണ് നിഫ്റ്റിയുടെ ടോട്ടലി പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത്, ഇന്ന് ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് ട്രേഡുകളൊന്നും കിട്ടിയിട്ടില്ല. അതായത് ഫ്രീ ഗ്രൂപ്പ് റൺ ചെയ്യുന്നത് 10:30 വരെയാണ്. 10:30, 10:45 വരെ. അതുവരെ നമുക്ക് ട്രേഡുകളൊന്നും ആക്ടിവേഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റി മാത്രമാണ് കൊടുക്കുന്നത് ഫ്രീ ഗ്രൂപ്പിൽ കേട്ടോ. പക്ഷെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി നമുക്ക് പേട്ട് ഗ്രൂപ്പിൽ രാവിലെ തന്നെ ആക്ടിവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 9, 17, 18 അങ്ങോട്ട് ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. അതൊരു 100 പോയിന്റ് കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് ഫ്രീ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നും കിട്ടിയിട്ടില്ലേ. നമുക്ക് എല്ലാ സെഗ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നിഫ്റ്റി, സെൻസസ്, ബാങ്ക് നിഫ്റ്റി എല്ലാതും ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് എല്ലാതും വേറെയും ആക്റ്റീവായിട്ടുണ്ട്. ഒരു 12 മണിക്ക് ശേഷമൊക്കെ പിന്നെയും എല്ലാതും ആക്റ്റീവായിട്ടുണ്ട്. പ്രോഫിറ്റ് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ലെവൽസൊക്കെ ഒന്ന് നോക്കി വെച്ചോ. ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ അടുത്ത മേജറായിട്ടുള്ള ലെവൽസുകൾ വരണത്. അതെൻ്റെ വ്യൂ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടില്ല. ക്രൂഡ് ഓയിൽ റണ്ണിങ് ഇല്ലാത്തതുകൊണ്ടല്ല, മൂവ്മെൻ്റ് ഉണ്ട് ക്രൂഡ് ഓയിലിൽ. അത് ഫുൾ ഫ്ലഡ്ജിലി വന്നിട്ടില്ലേ. അത് വരുമ്പോഴേക്ക് ഞാൻ കൊടുക്കും. മനസ്സിലായില്ലേ. BTC കൊടുത്തിട്ടുണ്ടായിരുന്നു. BTC 2 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. സിയും ബിയിലും കിട്ടിയിട്ടുണ്ട്. രണ്ടിലൊരു $100 വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സ്ട്രൈക്കുകൾ നോക്കിയിട്ടായിരുന്നു. സെൻസസിൻ്റെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ 0 എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊക്കെ വരാം. ഫസ്റ്റ് പറയാനുള്ള 25,400 ആണ്. നമുക്ക് PE സൈഡിക്ക് കണ്ടോ ട്രേഡുകൾ ആക്ടിവേഷൻ നടന്നത്. CE സൈഡിക്ക് നമ്മളൊന്നും എടുത്തിട്ടില്ലേ ഇന്നത്തെ ദിവസങ്ങളിൽ. CE സൈഡിക്ക് എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ടൈമിന് സെൻസസിൽ 0 ആണ് CE പിക്ക് ചെയ്തത്. അതുവരെ PE സൈഡാണ് നമ്മൾ ഇന്നെടുത്തേക്കണത്. അപ്പോൾ PE ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയത്. നിഫ്റ്റിയിലാണ് കിട്ടിയത്. അത് നമുക്ക് 35 പോയിന്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിൽ നിങ്ങൾ എക്സിറ്റ് അടിച്ച് പോകാൻ പറ്റുന്നൊരു അവസരമില്ല. നമുക്ക് എങ്ങനെ പോയാലും ഒരു പ്രോഫിറ്റിൽ നിൽക്കാം എന്നൊരു ചാൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഫസ്റ്റ് ട്രേഡ് ആയിരിക്കും. നിഫ്റ്റിയുടെ ഫസ്റ്റ് ട്രേഡ് ആയിരിക്കും എല്ലാവർക്കും എൻ്റെ നിന്ന് കിട്ടുന്നുണ്ടാവുക. എൻ്റെ ഫസ്റ്റ് ട്രേഡ് ഇതായിരിക്കും, നിഫ്റ്റി ട്രേഡ്. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടും. അങ്ങനെയാണ് സംസാരിക്കണത്. ഇത് 35 പോയിൻ്റാണ് പോയേക്കണത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 82,900 PE ആണ്. സെൻസസാണ്. സെൻസസിൽ 2 എൻട്രി വന്നിട്ടുണ്ട്. ഇത് 10 മിനിറ്റിൽ ഇത് ഹോൾഡ് ചെയ്ത് വിൽക്കുന്ന ആൾക്കാർക്ക് രണ്ടാമതൊരു റീ എൻട്രി എന്ന് പറഞ്ഞ സെറ്റപ്പും വന്നിട്ടുണ്ട്. ഇതൊരു 140 പോയിൻ്റാണ് പോയേക്കണത് കേട്ടോ. ഒരു ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹൈ ഒക്കെയാണ്. ഇന്നത്തെ ദിവസത്തെ ഈ ഹൈ ആണ്. 170, 79 റേഞ്ചൊക്കെയാണ് എൻ്റെ ടാർഗറ്റ്. അത് എക്സാക്ട്ലി അവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ വേറെ പ്ലാനാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. 55,400 55,400 90 പോയിൻ്റ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. 80 പോയിൻ്റ് 90 പോയിൻ്റ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. 163 ആണത്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് PE സൈഡിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ രാവിലെ ഞാൻ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, CE സൈഡിക്ക് നമുക്ക് രാവിലെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞ് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ. അപ്പോൾ അത് ഇതാണ് 55,700 CE. അത് മാർക്കറ്റ് ഓപ്പൺ ആയി 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് സംഭവം ആക്ടിവേഷനായി.
SL സൈഡിൽ നിന്ന് എൻട്രി എടുക്കാനാണ് പറഞ്ഞത് ഞാൻ. അപ്പോൾ അത് ഗ്രൂപ്പിലും കിടക്കുന്നുണ്ടാവും. SL സൈഡിൽ നിന്ന് എൻട്രി എടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ ട്രേഡ് വന്നേക്കണത്. 108 പോയിന്റ് വന്നിട്ടുണ്ട്. പിന്നെ 82,900 82,900 ഹീറോ ഒക്കെയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ലോസിങ് മാത്രം നോക്കിയാൽ മതി. ഞാൻ തരുന്ന ഏത് പ്രൈസ് ആണെങ്കിലും ഹീറോ പറഞ്ഞ് തരുന്ന ഏത് പ്രൈസ് ആണെങ്കിലും നിങ്ങളവിടെ ഗ്രീൻ ക്യാൻഡിൽ ലോസിങ് മാത്രം നോക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ട്രേഡ് എടുക്കാം. ഇതൊരു 95 പോയിൻ്റാണ് വന്നേക്കണത് വൺ വേയിൽ. ഇത് 83,000 ഇതും ഹീറോ തന്നെയാണ്. അത് പക്ഷേ ലോസൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളത് 82,800 ഒരു 30 പോയിൻ്റ് ഒക്കെയാണ് വന്നേക്കണത്. പിന്നെ അത് മെൽറ്റായി പോവുക ചെയ്തത്. അപ്പോൾ ഈ 3 ഹീറോയാണ് കൊടുത്തേക്കണത്. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത്രയും ട്രേഡുകളാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യണ നേരത്ത് എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കണം, ഏതൊക്കെയാണ് നമ്മുടെ ബൈങ് പൊസിഷൻ, എക്സാക്റ്റ് ബൈങ് പൊസിഷൻ തന്നെയാണോ നമ്മൾ എൻട്രി എടുക്കണത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ട്രേഡിങ് ചെയ്യുക. അപ്പോൾ ട്രേഡിങ് ഒരു ഈസി ടാസ്ക് അല്ല. എല്ലാവർക്കും ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് പോവുക എന്നുള്ള സെറ്റപ്പ് ട്രേഡിങ്ങിനോട് നടക്കില്ല. ഒരു ദിവസം SL വരാം. നമ്മൾ മാക്സിമം SL കവർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഒരു SL അടിക്കാന്നല്ല ഇവിടുത്തെ പ്രശ്നം. അവിടെ അപ്പുറത്ത് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. അതിനെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ട്രേഡ് എടുക്കണമെങ്കിൽ കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഓരോ ലെവൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ എക്സ്ട്രീം സ്റ്റഡി കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആ കോഴ്സ് പഠിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാനുള്ള സെറ്റപ്പിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. എങ്ങനെയാണ് ഒരു കറക്റ്റ് എൻട്രി പ്രൈസ് കിട്ടണത്, നമ്മൾ എവിടെ ആണൊരു പ്രൈസ് നോക്കി ട്രേഡ് എടുക്കേണ്ടത്, ഏത് പ്രൈസിലാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട് ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതവിടെ ക്ലിയറായി പോകും. താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാം. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബിലേക്ക് ഷെയർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് നാളെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഓക്കെ, ബൈ.